വേർഡ്സ് ഉപയോഗിക്കുക ആൾക്കാർ. കഴപ്പള്ളി, ഞരമ്പ് രോഗം, അല്ലെങ്കിൽ കോഴി. ഞാൻ കഴിഞ്ഞ് വന്ന പെരേര പെണ്ണാണ് മണപ്പൂരം കാണിക്കുക. ഞാൻ മണപ്പൂരം ഒന്നും കാണിച്ചിട്ടില്ല. ഇതെല്ലാം വളച്ചൊടുക്കുകയോ ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു. ഇപ്പോൾ ബോജയുടെ കേസ് നടക്കുന്നത് അതാണ്. എനിക്ക് ഓവർ സെക്സ്വാലിറ്റി, ഹൈപ്പർ സെക്സ്വാലിറ്റി ആണ്. ഐ വാണ്ട് ടു നോൺ ആസ് ഇൻസ്റ്റർ ഓഫ് എ ഗ്ലാമർ സെലിബ്രിറ്റി, ഐ വാണ്ട് ടു ബി നോൺ ആസ് ഇന്റലക്ച്വൽ സെലിബ്രിറ്റി. മോഹൻലാലിനെ കുറിച്ചൊരു ബുക്കാണ്. മോഹൻലാൽ വെർസറ്റൈൽ ജീനിയസ്, രണ്ട് ഇംഗ്ലീഷിലാണ്. വേറെ കുറെ ബുക്ക് ചെയ്തു, പബ്ലിഷ് ചെയ്ത് രണ്ടുമാണ് ആമസോണിൽ. അങ്ങനെ അഡ്വൈസ് ചെയ്യുന്ന ആരുമില്ല. ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോഴും അതിലിങ്ങനെ എൻ്റെ ഒരു ഇമേജ് ഭയങ്കര സാഡായിട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്ന ഒരു ചാർലി ചാപ്ലിൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആവാൻ ശ്രമിച്ച ഞാൻ ചാർലി ചാപ്ലിനായി മാറി. അതെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആവാൻ ശ്രമിച്ച ഞാൻ ചാർലി ചാപ്ലിനായി മാറി. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, റൈറ്റ്? ബിക്കോസ് സി ഹിന്ദിയിൽ പറയുന്ന ജോ ദിക്തായ വഹി ബിക്തായ, റൈറ്റ്? ഞാൻ കഴിഞ്ഞ് വന്ന പെരേര പെണ്ണാണ് മണപ്പൂരം കാണിക്കുക. ഞാൻ മണപ്പൂരം ഒന്നും കാണിച്ചിട്ടില്ല. ഇതെല്ലാം വളച്ചൊടുക്കുകയോ ചെയ്ത, മാനിപ്പുലേറ്റ് ചെയ്ത. So finally whatever people are seeing on screen is what you are showing. എല്ലാവരും അങ്ങനെ അല്ല. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ മലപ്പുറം, അവിടുത്തെ കോഴിക്കോട്, കണ്ണൂർ, അവിടുത്തെ ആൾക്കാർ വളരെ അതിൻ്റെ അടുത്ത് വന്ന് വളരെ നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. ഗുഡ് പീപ്പിൾ ലൈക്ക് മീ, ബട്ട് ഗുഡ് പീപ്പിൾ ആർ വെരി ഫ്യൂ. നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ് ഇപ്പോഴും. സോ ഇപ്പം അതിൻ്റെ അർത്ഥം സന്തോഷ് കാണിക്കുന്ന ഈ വീഡിയോസിലൂടെ ഇത് കണ്ടാലും ആൾക്കാർ നല്ല അഭിപ്രായം പറയണമെന്നാണ് പറയുന്നത്. certain controversies that you have created yourself, അതെല്ലാം കേട്ടിട്ടും മറ്റുള്ളവർ നല്ലത് പറയണമെന്നാണോ പറയുന്നത്? ഞാൻ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു. അത് പോസിറ്റീവ് ആണെന്ന് ഏറ്റവും ഓർത്തിട്ടല്ല. വളരെ ഫ്രാങ്ക് ആയിട്ട് സത്യസന്ധമായിട്ട് പല കാര്യം പറഞ്ഞു. അതിൻ്റെ ഞാൻ റിസൾട്ട് അല്ലാന്ന് നോക്കണം, ഇൻറ്റൻഷൻ മെത്തേഡൊക്കെയാണ് നോക്കണം. ഇപ്പം ഭഗവത്ഗീതയിൽ പറയുന്നത് മെത്തേഡ് അല്ല നോക്കണ്ട, റിസൾട്ടാണ് നോക്കേണ്ട പറയും. റിസൾട്ട് അല്ല നോക്കണം, ഞാൻ ഇൻറ്റൻഷൻ മെത്തേഡൊക്കെയാണ് നോക്കണം. അങ്ങനെ നോക്കിയോണ്ട് പല റിസൾട്ട് മോശമായി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം റിസൾട്ടാണ് നോക്കുന്നത്, മെത്തേഡ് ആ ഇൻറ്റൻഷനോ മെത്തേഡ് നോക്കില്ല, ആ വഴിയോ നോക്കില്ല. എന്നിട്ടും ഇത് ഇങ്ങനെ ഫേസിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, ദേ ആർ ജെന്യൂൻ പീപ്പിൾ. അങ്ങനത്തെ ജെന്യൂൻ ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണല്ലോ. ഇതൊരുമാതിരി ഒരു പ്രത്യേക മനസ്സിലുള്ള ആൾക്കാരാണ് ഈ കളിയായിക്കൊണ്ട് പോകുന്നത്. എസ്പെഷ്യലി ജെൻസി പിള്ളേർ, 2005 പിള്ളേർ. അവർ ഡേ ആർ ഡീലിംഗ് വിത്ത് ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, കമ്പ്യൂട്ടറിലായതുകൊണ്ട് അവർക്ക് മനുഷ്യരായിട്ട് ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് മനുഷ്യത്വം കുറച്ച് കുറവാണ്. മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. അത് ഇപ്പോൾ ഇമേജ് കോൺസ് അല്ലാതെ പോലും അങ്ങനെയാണ്. ഇപ്പം ഐശ്വര്യലക്ഷ്മിയുടെ അത് എനിക്ക് തോന്നുന്നൊരു ഇൻ്റർവ്യൂവിൽ ഏതിലോ ആണ് പറഞ്ഞിരിക്കുന്നത്, എനിക്കൊരു ലിപ് ലോക്ക് ചെയ്യാൻ സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ, ജീവിതത്തിലല്ല. പക്ഷെ എന്നാൽ തന്നെയും അത് ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് സിനിമയിലൂടെ തീർക്കുന്നത്, അല്ലേ? സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ടാവും. പിന്നെ എല്ലാവർക്കും ഉള്ള സെക്സ്വാലിറ്റി എനിക്കും ഉണ്ട്. ഈ സെക്സിന് ഇത്രയും മോശം കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർക്ക് ഇത് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് ആവശ്യത്തിനായിരിക്കും. ഇവിടെ സെക്സിനെ കുറിച്ച് പറയാൻ പോലും പാടില്ല. മാധവിക്കുട്ടി പോലെ ആൾക്കാർ പറഞ്ഞപ്പോൾ വളരെ മോശം. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ചില ആൾക്കാർക്ക് സെക്സ്വാലിറ്റി കൂടുതലായിരിക്കും. ബോജയുടെ കേസിൽ കുറച്ച് കൂടുതലാണ്. അവർക്കത് വീക്ക്നെസ്സാണ്. അത് അവർ ഇൻസൾട്ട് അല്ല ചെയ്യുന്നത്, അത് അവർ വീക്ക്നെസ്, അവർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കണം. ഇവിടെ ഇപ്പോൾ ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, ഈ കഴപ്പ് അല്ലെങ്കിൽ ഞരമ്പ് രോഗം, ചില വേർഡ്സ് ഉപയോഗിക്കുക ആൾക്കാർ. കഴപ്പ് അല്ലെങ്കിൽ ഞരമ്പ് രോഗം, അല്ലെങ്കിൽ കോഴി. അങ്ങനെ ഇപ്പോൾ ഹോമോസെക്ഷൽ ആൾക്കാർ നമ്മൾ ഇൻസൾട്ട് ചെയ്യില്ല, കാരണം അവർക്ക് ഹോർമോൺ പ്രോബ്ലം പറയാം. അതേപോലെ ഇവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഈ ഓവർ സെക്സ്വാലിറ്റി ഉള്ള ആൾക്കാർ. കാരണം അത് അവരുടെ ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ്, അവരുടെ വീക്ക്നെസ് ആണ്. അത് ഇവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഓവർ സെക്സ്വാലിറ്റി ഉള്ള ആൾക്കാർ കല്യാണം കേട്ടത് അങ്ങനത്തെ ഇതിലേക്ക് പോകരുത്. ഇല്ലെങ്കിൽ ദേ ഷുഡ് ഡു സം ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ബോജയുടെ കേസ് നടക്കുന്നത് അതാണ്. എനിക്ക് ഓവർ സെക്സ്വാലിറ്റി, ഹൈപ്പർ സെക്സ്വാലിറ്റിയാണ്. ഇവിടെ പല ക്രിമിനൽസ് പറഞ്ഞ പല ആൾക്കാരും മാനസികരോഗികളാണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്, എനിക്ക് അവിടെ പണിഷ്മെൻ്റ് അല്ല. So who else do you want to do the lip lock with? Who else other than Aishwarya Lakshmi? സിനിമയിൽ അത്രയേ ഉള്ളൂ. വേറെ അതും സിനിമയിൽ ഇതിൽ പറഞ്ഞല്ലോ, വേറെ പറഞ്ഞിട്ടെന്ത് കാര്യം നടക്കത്തില്ല. എന്നാലും ആരൊക്കെയാണ് തോന്നുന്നത് അങ്ങനെ ആക്ട് ചെയ്യാൻ താല്പര്യമുള്ള? ഒരിക്കലും നടക്കാതെ ദീപിക പടുക്കോൺ ആണ് പറയാം. ദീപിക പദുക്കോൺ യു ലൈക്ക്? നമ്മളൊന്ന് ആള് വെറുതെ ഫാന്റസി മാത്രം, ഒന്നും നടക്കുന്ന കാര്യമാണ്. ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടർ ഹു ഹാസ് ആക്ച്വലി ഇൻഫ്ലുവൻസ്ഡ് യു, ഇൻസ്പയർഡ് യു, അങ്ങനെ ആരാണുള്ളത്? പേഴ്സണലി അല്ല, ആസ് എ പേഴ്സൺ എൻ്റെ ഫാദർ തന്നെയാണ്. ഇന്റലക്ച്വലി ഇന്റലക്ച്വലിലാണെങ്കിൽ ഐൻസ്റ്റൈൻ, ന്യൂട്ടൺ, റസൽ, അങ്ങനത്തെ ആൾക്കാർ, ഫിലോസഫർ, അങ്ങനത്തെ ലെവൽ പോകാൻ താല്പര്യം. ഐ വാണ്ട് ടു ബി, എനിക്കാണെങ്കിൽ ഫിലിം ലെവൽ താല്പര്യം വേണമെങ്കിൽ കയറാം. ഐ വാണ്ട് ടു നോൺ ആസ് എ ഇൻസ്റ്റർ ഓഫ് എ ഗ്ലാമർ സെലിബ്രിറ്റി, ഐ വാണ്ട് ടു ബി നോൺ ആസ് എ ഇന്റലക്ച്വൽ സെലിബ്രിറ്റി. ഐൻസ്റ്റൈൻ അങ്ങനെ ആയിരുന്നു. അങ്ങനെ ചുരുക്കം ആൾക്കാർ അങ്ങനെ ആയിട്ടുള്ളൂ. എനിക്ക് ഫിലോസഫി അങ്ങനെ ഒരു ആ രീതിയിൽ പോകാൻ താല്പര്യം. അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ മദറിൻ്റെ കാലം കഴിഞ്ഞാൽ എന്തായാലും ഞാൻ യൂറോപ്പിലേക്ക് പോകും. അവിടെ പോയി ഒരു യൂണിവേഴ്സിറ്റിയിൽ കയറുക, PhD പ്രൊഫസറായിട്ട് കയറുക. ഇപ്പോൾ ഈ ഫിലോസഫി ടീച്ച് ചെയ്യാം, പ്രൊഫസറാവാം.
റിസർച്ച് ചെയ്യാം, ബുക്കുകൾ എഴുതാം. അപ്പോൾ ഞാൻ എഴുതിയൊരു ബുക്ക് തന്നെ ലൈഫ് ഫിലോസഫിയാണ്. ഈറ്റൻ്റെ കോഴ്സ് ആണ്, ലൈഫിലെ കുറച്ച് ഫിലോസഫിയാണ്. You said 2 books you've written, right? One's a quote വേറെ and ബുക്ക് the other മോഹൻലാലിനെ one... കുറിച്ചാണ്. മോഹൻലാലിനെ കുറിച്ചൊരു ബുക്കാണ്. മോഹൻലാൽ വെർസറ്റൈൽ ജീനിയസ്, 2 ഇംഗ്ലീഷിലാണ്. വേറെ കുറേ ബുക്ക് ചെയ്തു, പബ്ലിഷ് ചെയ്ത് 2 ആമസോണിൽ. മെയിൻ വർക്ക് ഇതാണ്, 800 കോഴ്സിലെ ബുക്കാണ്. അത് ലൈഫ് ഫിലോസഫിയെ കുറിച്ചാണ്. ഓക്കെ. ഇപ്പോൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പോക്കൂടെ എവിടെയെങ്കിലും? അങ്ങനല്ല, ഞാൻ ഇവിടെ റിസർച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ക്ലാസ്സിൽ പക്ഷേ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടം മെക്കാനിക്സും എൻ്റെ പല So വീഡിയോസിലാണ്. you are doing these review and other things and this stipend is coming. Apart from that, ഒരു സ്റ്റേബിൾ കരിയർ എന്ന ലെവലിൽ ഇപ്പം നിങ്ങളൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല? അല്ല, എനിക്കിപ്പോൾ റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് വേറെ കാര്യം ചെയ്യാൻ പാടില്ല. സ്കോളർഷിപ്പ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് വേറെ ജോലി ചെയ്യാൻ പാടില്ല. ഓക്കെ. അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. നോ ആയിട്ട് റിസർച്ചാണ് മെയിൻ തിങ്. ഐ എം എ ഫുൾ ടൈം റിസർച്ച് സ്കോളർ. അതിൻ്റെ ഒപ്പം വേറെ പല കാര്യം ചെയ്യും. ടോപ്പ് പ്രയോറിറ്റി അതാണ്. എനിക്ക് വേറൊരു ജോബിലേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഏൺ ചെയ്യുന്നതുകൊണ്ട് വേറെ ഏണിങ് പാടില്ല. ഇപ്പം ആ ഒരു സന്തോഷ് വർക്കി എന്ന നോർമൽ ഒരു കുടുംബത്തിൽ നിന്ന് വന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു ആറാട്ടണൻ എന്ന ക്യാരക്ടറായിട്ട് അറിയപ്പെടുന്നു. ഓക്കെ. വാട്ട് അബൌട്ട് യുവർ ഇമ്മീഡിയറ്റ് ഫാമിലി സർക്കിൾ? അവിടെ എങ്ങനെയായിരുന്നു അവരുടെ റിയാക്ഷൻ തുടക്കകാലം? ചില ഇങ്ങനത്തെ സെക്സ് അങ്ങനത്തെ പോലെ കാര്യങ്ങൾ പറയണ്ടല്ലോ വളർന്നോ, അല്ലാതെ ചിലർക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ എനിക്ക് മാധവിക്കുട്ടി പറഞ്ഞ പോലെ ഞാൻ തുറന്നു പറയുന്നു. പിന്നെ ഇന്നാൾ എൻ്റെ ഒരു മാരേജിന്, എൻ്റെ റിലേറ്റീവ് മാരേജ് എന്നെ വിളിച്ചില്ല, ബിക്കോസ് ഞാൻ ആറാട്ടനായതുകൊണ്ട് അവർക്ക് നാണക്കേട് പോലെ. എനിക്ക് പിന്നെ ഞാൻ അതൊന്നും ബോധർ ചെയ്യാറില്ല. എനിക്ക് തോന്നിയ കാര്യം സത്യസന്ധമായിട്ട് പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെ അന്നത്തെ സമയത്തൊക്കെ കുറേ വിഷമങ്ങൾ ഉണ്ടാവും അല്ലേ? ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് അഡ്വൈസ് കിട്ടിയാണ്. ഇപ്പം അങ്ങനെ അഡ്വൈസ് ചെയ്യുന്ന ആരുമില്ല. ചിലർക്ക് ചില വിയോജിപ്പുണ്ടാവാം, പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയണം. ഇപ്പോൾ മാധവിക്കുട്ടി അങ്ങനെയാണ്, അവരെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവർ ഫാമിലി മെമ്പേഴ്സ് പ്രശ്നം ഉണ്ടായിരുന്നു. അതേ ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇത് ഇവിടെ ഈ റിലീജിയനും മറ്റുണ്ടാക്കിയ പ്രശ്നം, സെക്സ് ടാബുമായിട്ട് അതിനെക്കുറിച്ച് ഇത്തരം ആ മോശ രീതിയിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഫിലോസഫി സെക്സിൽ തന്നെ റിസർച്ച് ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞത് ഇത് ഗോഡ് ഓർ നേച്ചർ ഷുഡ് ഹാവ് ഗിവൻ എ ഫീലിംഗ്, ഇമോഷൻ ഇൻ വിച്ച് നമുക്ക് പ്ലസറും ഇല്ല പെയിനും ഇല്ല. പിള്ളേരുടെ അവർ മാത്രം പ്രശ്നം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ലെവൽ റിയാലിറ്റിയിൽ പ്ലസർ ഉണ്ട്. അപ്പോൾ അതിന് പല കണ്ടീഷൻസ് വെക്കാം. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇതിപ്പോ ചെയ്ത സ്ഥിതിക്ക് ഉണ്ടല്ലോ, ഉണ്ടാവാതിരിക്കുന്നുള്ളത്. പ്ലസർ വേണ്ട, പെയിൻ വേണ്ട, റീപ്രൊഡക്ഷൻ മോശമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പ്ലസർ ഉണ്ട്. ഇപ്പോൾ 12 years 13 years ആകുമ്പോൾ ഒരാൾ മെച്യൂർ ആവും സെക്ച്വലി. കല്യാണം കഴിക്കുന്ന 30 വയസ്സാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള കാലത്ത് അയാൾ എന്ത് ചെയ്യും? അതൊക്കെയാണ് ന്യൂ ജനറേഷൻ പിള്ളേരോട് എനിക്ക് ന്യൂ ജനറേഷൻ പിള്ളേർ ഗുണം പറഞ്ഞാൽ അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ട്. ദേ നോട്ട് സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ്. പഴയ ജനറേഷൻ, ഞങ്ങളുടെ ജനറേഷനും ഫേസ്ബുക്കിൽ കുറേ അമ്മമാരിലുണ്ട്, ഇവരെല്ലാം സെക്സ്വലി വളരെ ഫ്രസ്ട്രേറ്റഡാണ്. അവർ കുറ്റപ്പെട്ട കാര്യമില്ല, അവർ ജനിച്ചു വരുന്ന സാഹചര്യം അതാണ്. പക്ഷേ പുതിയ ജനറേഷൻ പിള്ളേരെല്ലാം വെസ്റ്റേൺ കൾച്ചർ ഫോളോ കൊണ്ടുപോകുന്നു. അവർ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് അല്ല. അത് ജെൻസി പിള്ളേർ പോസിറ്റീവാണ്, ഒരു ഭാഗ്യമാണ്. അവരുടെ കണ്ടീഷൻ അങ്ങനെയാണ്. പക്ഷെ അവരുടെ വേറെ നെഗറ്റീവാണ്, അവർക്ക് മനുഷ്യത്വം കുറവാണ്. കാരണം ഹ്യൂമൻ ബീങ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. ലിവിങ് ഇൻ വെർച്വൽ വേൾഡ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ നെഗറ്റീവാണ്. സാഡിസം വളരെ കഴിയുക, മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന പാർവതി തിരുവോത്ത് ആ സ്റ്റൈലാന്ന് തോന്നുന്നു. ആ ടൈപ്പ് ആറ്റിറ്റ്യൂഡും വർത്താനവും എല്ലാം. സോ ഇപ്പം സന്തോഷ് ഓൾറെഡി സന്തോഷിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ആയി ഓട്ടോമാറ്റിക്കലി ആയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച്. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സന്തോഷ് കുറച്ചുകൂടെ ഇവോൾവ് ആവും. ദാറ്റ് ടേക്സ് ടൈം, ദാറ്റ്സ് ഓക്കെ. ബട്ട് വാട്ട് ആർ യുവർ ഹോബീസ് ആസ് എ പേഴ്സൺ? ഈ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കുറച്ച് സീരിയസ് ആയിട്ട് കാണണം, എൻ്റർടൈൻമെൻ്റ് അല്ല. വളരെ എൻ്റർടൈൻമെൻറ്റ് എടുക്കുന്നു. എനിക്ക് സിനിമ എൻ്റർടൈൻമെൻറ്റിനെ കാട്ടും എൻ്റർടൈനൊപ്പം തന്നെ നല്ല മെസ്സേജ് കൊടുക്കുക, കാര്യങ്ങൾ കാണും. ഹോബി എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ്. പിന്നെ വായിക്കാൻ ഇഷ്ടമാണ്, ചിന്തിക്കാൻ ഇഷ്ടമാണ്. ഇൻ്റലക്ച്വൽ പ്ലസ്സാണ് താല്പര്യം. ഇൻ്റലക്ച്വലായി വായിക്കുക, ചിന്തിക്കുക, അങ്ങനത്തെ കാര്യം ഇഷ്ടം. അതല്ലാതെ വായന, ചിന്ത, പുതിയ ക്രിയേറ്റീവായിട്ട് പുതിയ ഐഡിയാസ് ഉണ്ടാക്കുക, അങ്ങനെ അതൊക്കെ താല്പര്യം. പിന്നെ മ്യൂസിക് ഇഷ്ടമാണ്, ഫിലിം കാണാറുണ്ട്. ഇതൊക്കെ വേറെ അങ്ങനത്തെ വേറെ ഇപ്പം കാറിനോട് ഗ്രേസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് അതൊന്നുമില്ല. ആകെ കുറച്ച് ഇതാണ് മൂവീസ് കാണാനാണ്. പക്ഷെ അതുപോലും വളരെ ആൾക്കാർ ചോദിക്കും എനിക്ക് എങ്ങനെ ഫണ്ട് കിട്ടണോ, അത് മാത്രമേ ഉള്ളൂ. വേറെ ബാഡ് ഹാബിറ്റ്സോ വേറെ ഒന്നുമില്ല. സിനിമ എത്രയാണ് അഭിനയിച്ചിട്ടുണ്ട്? സിനിമ ഇപ്പോൾ 3 മൂവീസിൽ അഭിനയിച്ചു. ഒരു മൂവിയിൽ വിഡ്രോ ചെയ്തു. മമ്മൂട്ടിയുടെ ബസൂക്കയിൽ അഭിനയിച്ച ഒരു മനുഷ്യണ്ട. ആദ്യ ദിവസം ചെന്നപ്പോൾ എനിക്ക് ക്യാരവൻ എല്ലാ ഫിക്സും കിട്ടില്ല. രണ്ടാമത് ചെന്നപ്പോൾ എനിക്ക് സ്ഥലം മാറാൻ ഡ്രസ്സ് വരാനുള്ള സ്ഥലം പോലും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അന്ന് വിഡ്രോ ചെയ്തു. പിന്നെ ബാഡ് ബോയ്സ് അഭിനയിച്ചു. പക്ഷെ ആ പടം എനിക്ക് അങ്ങനെ ആക്ടിംഗ് നോട്ട് എ ബാഡ് ആക്ടർ. ഞാൻ വിചാരിച്ചു വളരെ ബാഡ് ആക്ടറാണ് വിചാരിച്ചത്, കാരണം ഡ്രാമാസ് ചെയ്യാറുണ്ട്. പക്ഷേ ഐ എം ആവറേജ് ആക്ടർ. വേണമെങ്കിൽ ആക്ടിങ്ങിലേക്ക് പോവാം.
പക്ഷേ വലിയ ആക്ടിങ് എൻജോയ് ചെയ്യുന്നില്ല. ഞാൻ 1-2 ഷോർട്ട് ഷോർട്ട് ഫിലിംസ് 3 അഭിനയിച്ചു. ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചോടെ ലിറ്റിൽ ഷെയ്ഡി ക്യാരക്ടേഴ്സ് പോലെ തോന്നി. ബ്ലഡി നൈറ്റ് അതിൽ കുറച്ച് നെഗറ്റീവായിട്ട് ചെയ്തു. അത് കഥാപാത്രം അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ വന്നു വീട്ടിലല്ല. പക്ഷെ അതൊരു കഥാപാത്രമാണ്, അത് മനസ്സിലാക്കണം. ഇവിടെ പല ആക്ടേഴ്സും മോഡൽ പോലെ ആൾക്കാർ ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കഥാപാത്രമാണ് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് പേഴ്സൺ, കഥാപാത്രമാണ്. അങ്ങനെയല്ല അഭിനയിച്ചു. പക്ഷെ ആ ഒരു സിനിമയുടെ കോൺട്രവേഴ്സി വന്നോടെ ഞാൻ ഷോർട്ട് ഫിലിംസ് നിർത്തിയിരിക്കുകയാണ്. അതിൽ ഫിലിം അല്ല, പിന്നെ എറണാകുളത്തല്ല ഷൂട്ട് ചെയ്യാനെങ്കിൽ അഭിനയിക്കാൻ പറ്റും, കാരണം മദർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ അങ്ങനെ ആക്ടിങ് ഞാൻ ഉണ്ട്, അത്ര മോശം ആക്ടറല്ല. പക്ഷെ അത് ആ പ്രോസസ്സിൽ എൻജോയ് ചെയ്യുന്നില്ല. നിത്യമേന പറയാറുണ്ട് പുള്ളിക്കാരത്തേക്ക് ആക്ടിങ് ആണ് എൻജോയ് ചെയ്യുന്നില്ല, ഈവൻ ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ കുറേ സംസാരിച്ചു. എനി ടൈം ലൈക്ക് വെൻ യു സിറ്റ് എലോൺ, ഈ കോൺട്രവേഴ്സീസ് ഒക്കെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നു. ബട്ട് വെൻ യു സിറ്റ് എലോൺ, ഹാവ് യു എവർ ട്രൈ ടു ഡു എ സെൽഫ് അനാലിസിസ്? ചെയ്തിട്ടുണ്ട്. എന്ത് തോന്നി? ഇൻഫ്ലുവൻസ് നടത്തിയാൽ ഐ എം ഓവർ ഫ്രാങ്ക്, വളരെ ഫ്രാങ്ക് ആണ്. over frank, so is it hurting people? I am sincere in all human relationships വളരെ sincere ആണ്. But is it hurting other people? ഞാൻ ഒരു ബോൾഡ് അല്ല, ഐ എം നോട്ട് എ ബോൾഡ് പേഴ്സൺ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ബോൾഡ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ല എൻ്റെ ജീവിതം. ഐ എം നോട്ട് എ ബോൾഡ് പേഴ്സൺ. ബോൾഡ് ആയിരുന്നെങ്കിൽ how do you define boldness? ബോൾഡ്നെസ് ആണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുക. നമുക്ക് നമ്മുടെ എന്താണ് തൻ്റെ ഞാൻ പലപ്പോഴും എൻ്റെ ഫാമിലിക്ക് വേണ്ടി പല കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ സെൽഫിഷ് അല്ല, കുറച്ചുകൂടെ ബോൾഡായിട്ട് ഞാൻ എൻ്റെ സ്റ്റൈലിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പോയെങ്കിൽ എൻ്റെ ജീവിതം വേറെ പോയി. കാരണം എനിക്ക് ഞാൻ മാത്സിലും ജീനിയസ് ആയിരുന്നു, പ്രോഡിജി ആയിരുന്നു. 2 മണിക്കൂറിൽ ഉള്ള കണക്ക് 1/2 മണിക്കൂർ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ബയോളജി പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ പ്രഷറിലാണ് പഠിച്ചിട്ട് ആ ലൈനിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയല്ല ആ സമയത്ത് വളരെ ബോൾഡ് ആയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് വേറെ രീതിയിൽ പോയാണ്. പിന്നെ മനുഷ്യത്വം കുറച്ച് കൂടി പോയി. മനസ്സലിവ് പലരും ഈ സെൻറ്റിമെൻറ്റ്സ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് കാണിക്കും പല ആൾക്കാരും മുതലെടുക്കാറുണ്ട്, സെൻറ്റിമെൻറ്റ്സിൽ ഞാൻ വീഴാറുണ്ട്. അപ്പോൾ ആ ഇതിൽ സെൻറ്റിമെൻറ്റ് ഐ എം വെരി ബാഡ് ബിസിനസ് മാൻ എന്ന് പറയാം. ഒരു ബിസിനസ് സെൻറ്റിമെൻറ്റ്സ് പാടില്ല പറയാം. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. സോ യു വാണ്ട് ടു ബി മോർ ഇമോഷണലി സ്റ്റേബിൾ? ഇമോഷണൽ മെച്യൂരിറ്റി കുറച്ച് കുറവാണ്. ഇമോഷണൽ മെച്യൂരിറ്റി കുറവാണ്. ഞാൻ ചിലപ്പോൾ ഹാപ്പിയാണ് വളരെ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ദുഃഖമായി ഭയങ്കര ഇൻട്രോവേർട്ടാവും. ഇതിൻ്റെ ഇടയിലൊരു ഫേസ് ഇല്ല. ഇമോഷണലി ഐ എം നോട്ട് മെച്യൂർഡ്. പിന്നെ മനുഷ്യത്വം കുറച്ച് കൂടി പോയി പോലെ. എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് കൂടി പോലെ. പിന്നെ കുറച്ചുകൂടെ വയസ്സാവണമെന്ന് ആഗ്രഹം. എൻ്റെ ഫാദർ വളരെ വയസ്സായി. പല കോൺട്രവേഴ്സീസ് അങ്ങനെ ഒഴിവാക്കാമായി. ബേസിക് അതൊക്കെ എനിക്ക് തോന്നിക്കും. ഞാൻ ലൈഫിൽ എടുത്ത പല തീരുമാനം ബോൾഡായിട്ട് എടുത്തെങ്കിൽ ഇന്ന് ഇവിടെ വേറെ ലെവലിൽ പോയാണ്. എൻ്റെ ഫാമിലിക്ക് വേണ്ടി പലർക്ക് വേണ്ടി ഈൽഡ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നോ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹ്യൂമാനിറ്റേറിയൻ കാര്യം പലരോടും നോ പറയാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു വിനോദ തിയേറ്ററിലെ ഒരു വനിതാ തിയേറ്ററിൽ വെച്ച് ഒരു പ്രോബ്ലം വന്നു. ഞാൻ പേര് പറയാനില്ല, ആ മീഡിയ പ്രശ്നം ഞാൻ പറഞ്ഞാണ്. ഞാൻ ഐ നോട്ട് ടെല്ലിങ് ദിസ് റിവ്യൂ ബിക്കോസ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് റിവ്യൂവിൽ ബാൻഡാണ്, ഞാൻ പറയുന്നില്ല പറഞ്ഞു. എന്നെ കൊണ്ട് അത് പറയിപ്പിച്ച് അവസാനം ഭയങ്കര പ്രശ്നമുണ്ടായി. അതിന് നോ പറയാൻ പറ്റുന്നത് കൊണ്ടാണ്. അത് ഒരുപാട് പേര് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇവൻ ഫിനാൻഷ്യലി പലരും രൂപ ചോദിക്കുമ്പോൾ എനിക്ക് രൂപ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ട് പിന്നെ തരാത്തവരാണ്. അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. ആ റിവ്യൂ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, മാക്സിമം പറഞ്ഞു എനിക്ക് ഇത് താല്പര്യമില്ല, പക്ഷേ അയാളുടെ നിർബന്ധത്തിൽ ചെയ്യേണ്ടി പോകും. അവസാനം എത്രയും അടിയിൽ കൊണ്ടുവരും ഞാനാണ്. ഇവരെല്ലാം ഒഴിഞ്ഞു മാറി. അയാളോട് പറഞ്ഞാണ് ഞാൻ പലപ്പോഴും. അങ്ങനത്തെ കുറച്ച് ഫേം ഡിസിഷൻസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫേമല്ല, അതെല്ലാം ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൂടിയിട്ടാണ്. മറ്റേ ഹേർട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്താണ്. മൂവി പീപ്പിൾ അല്ല, അത് ആ മൂവി അങ്ങനത്തെ മൂവിയാണ് എല്ലാവർക്കും അറിയാം. അതെ, പക്ഷേ അവസാനം നമ്മൾ ഹേർട്ടാവുക. അവരെ ഹേർട്ട് ചെയ്യേണ്ട വിചാരിച്ചാൽ അവസാനം നമ്മൾ ഹേർട്ടാവുക. ബാലയായിട്ട് ഞാൻ വിളിക്കാറുണ്ട്. ബാല ഇപ്പോൾ വളരെ ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാം. മാരേജ് കഴിഞ്ഞ് വളരെ ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്നു. വാട്ട് വാസ് ഇറ്റ് ഓൾ അബൌട്ട്? ഇതിന്റെ മുന്നേ ഉള്ള കോൺട്രവേഴ്സീസ് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈസ് വെരി ഇമോഷണൽ പേഴ്സൺ. പുള്ളി സ്നേഹം വന്ന് ഭയങ്കര സ്നേഹം, ദുഃഖം വന്ന് അങ്ങനെ പ്രത്യേക പേഴ്സണാണ്, ഭയങ്കര ഇമോഷണലാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇവർ രണ്ടുപേരും എതിരാളികളാണ്, ചെകുത്താനായാലും ബാലയായാലും. രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ബാലയെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ പുള്ളി ഈസ് വെരി ഹാപ്പി എന്നോ, പുള്ളി അങ്ങനെ ഹാപ്പി മാരേജ് ചെയ്ത് പുള്ളി അങ്ങനെ പോട്ടെ. രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. പക്ഷെ രണ്ടുപേരും അയ്യപ്പും കോശിയെ പറഞ്ഞ പോലെ രണ്ടുപേരും ഭയങ്കര ശത്രുക്കളാണ്. രണ്ടുപേരും എനിക്ക് ഫ്രണ്ട്സാണ്. ബാലേഷ് ആണ് ലിവിങ് ഹാപ്പിലി. പുള്ളി അങ്ങനെ ജീവിച്ചു പോട്ടെ. കുറേ വർഷം പുള്ളി ആളെ കരിയറിൽ പുതിയ മുഖം നന്നായിട്ട് ഇരുന്ന ആളാണ്. പേഴ്സണൽ ലൈഫാണ് ഒരുപാട് പുള്ളി
ഡൗൺ ആയിപ്പോയി. നൗ ഈസ് അറ്റ്ലീസ്റ്റ് ഹാപ്പി. ആ രീതിയിൽ പോട്ടെ, ആഗ്രഹിക്കുന്നു. ലെറ്റ് ഹിം ബി ഹാപ്പി. All right, it was great talking to you, Santosh. എന്തായാലും നിങ്ങൾ കോൺട്രവേഴ്സി പാർവതി തിരുവോത്ത് പാർവതി തിരുവോത്ത് ബോൾഡാണ്, പക്ഷേ അരഗൻ്റ് അല്ല. പാർവതി തിരുവോത്ത് കുറച്ച് അരഗൻ്റാണ്. അരഗൻസ് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ യു ആർ ബോൾഡ്. ഇങ്ങനെ ബോൾഡ് ഞാനും ആയിരിക്കും വേറെ ലെവലിൽ എത്തിയാണ്. യു ഷുഡ് ബി ബോൾഡ്. Yeah, definitely. And I wish you all the best because, while talking to you, I felt that you're so much more than what we see on the videos. അത് വളരെ നേരിട്ട് It's പറ്റിയോടും better പറഞ്ഞില്ല. you change the track, I wish, that's totally up to you, Santosh. പക്ഷെ ആർക്കും എൻ്റെ നല്ലത് വേണ്ട. ഞാൻ എന്ത് നല്ല പറഞ്ഞാലും കമൻസ് നെഗറ്റീവാണ്. സോ നമ്മളെപ്പോഴും നമ്മൾ കൊടുത്തോണ്ടിരിക്കുക, വാട്ട് എവർ വി ക്യാൻ ഗുഡ് വി ക്യാൻ ഓൾവേസ് ഗിവ്. ഒരു സമയത്ത് അത് വാണ്ടഡായി മാറും. സോ യു ഷുഡ് ഹാവ് ദറ്റ് പേഷ്യൻസ്. സോ ഇപ്പം നമ്മൾ ആ ഒരു ഇംപേഷ്യൻസിന്റെ മേളിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും ഐ തിങ്ക് യു ക്യാൻ റിയാക്ട് ചെയ്യാതിരിക്കുക. റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. ആൻഡ് യു ക്യാൻ തിങ്ക് ഇപ്പോൾ കുറേ പേര് നെഗറ്റീവ് ചെയ്യുന്ന പോലും അവർ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു ഇംപേഷ്യൻ്റ് ആവാതെ ഐ നോ ദറ്റ് യു ക്യാൻ ഡു എ ലോട്ട്. യു ആർ റിയലി സെൻസിബിൾ. ആൻഡ് ഇതൊരു ജേർണി മാത്രമായിരുന്നു എനിക്ക് സന്തോഷമായിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഐ ഹേർഡ് സോ മച്ച് അബൌട്ട് യു. ഐ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് യു ആസ് എ പേഴ്സൺ. So it was great conversation with you. Thank you so much for coming. ഞാൻ ഇതുവരെ ചെയ്ത ഇന്റർവ്യൂവിന് വളരെ നിലവാരമുള്ള ഇന്റർവ്യൂ ആണ്. Thank you so much. Thank you. അവിടെ വിളിച്ചപ്പോൾ ഞാൻ വന്നത്. Thank you, sir. Thank you very much. So all the best for your future, and I wish the entire universe around you changes for your good. Okay, and your mother is also going to be the happiest and proudest. എല്ലാം പോസിറ്റീവ് സംഭവിക്കട്ടെ. അതെ. എല്ലാം ശരിയാവട്ടെ. Yeah. Thank you so much. Thank you. Okay.